കോഴിക്കോട് നിന്ന് 2 വർഷം മുമ്പ് കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ പണം ഉപയോഗിച്ച് കുടുംബം സമ്പന്നരായി എന്ന ആരോപണം നിഷേധിച്ച കുടുംബം സമ്പന്നരായി എന്ന വാർത്ത അസംബന്ധമാണ്. വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാമിയുടെ കുടുംബത്തിനെതിരെ വാർത്ത നൽകിയത് പോലീസ് എന്നാണ് പത്രം പറയുന്നത്. എന്നാൽ ഇത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് നിഷേധിക്കുകയാണ് ചെയ്തത്. ഭൂമി വാങ്ങി എന്ന് പറയുന്നവർ അത് കാണിച്ചു തരണമെന്നും മാമിയെ കണ്ടെത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നും കുടുംബം പറഞ്ഞു. കുടുംബത്തിന് മാമിയുടെ പണം തട്ടിയെടുത്തു. അതുകൊണ്ട് കുടുംബത്തിലെ 2 ആൾക്കാർ എന്ത് ചെയ്തു, കോടീശ്വരന്മാരായി എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം മാമിയെ പണം പോയി എന്ന് പറയുന്നത് മാമി മിസ്സായ ഓഗസ്റ്റിലാണ്. അതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. അത് അന്നേ പറയാത്ത കാര്യം ഇന്ന് രാവിലെ പറയാനുള്ളതിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അപ്പോൾ ഇപ്പോഴേ ക്രൈംബ്രാഞ്ച് ഈ ഉത്തരവിട്ട ഈ അന്വേഷണം നേരായ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് വേറൊരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത്. ഇതിന് ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ന്യൂസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഈ ന്യൂസിന് ആധാരമായിട്ട് നമ്മൾ ഈ ന്യൂസിൻ്റെ പത്രാധിപരെ ബന്ധപ്പെടുകയും അതിൻ്റെ ബ്യൂറോ ചീഫുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് കിട്ടിയ വിവരം ഈ വാർത്ത കൊടുത്തത് പോലീസാണെന്നാണ്. കേസ് തെളിയണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ന്യൂസിന് പിറകിലുള്ളത്. ധൈര്യത്തിൽ പറയാമെന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോയിട്ട് അന്വേഷിക്കാം.